ബഹുമാന്യ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ, സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി മൈറ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷഫീഖ് അവറുകൾ, കൂടാതെ സംസാരിക്കുന്ന അസലം സാഹബ്, ലത്തീഫ്, റഫീഖ് പി എച്ച്, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ, ഈ യോഗം ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനവിധി കേരളത്തോട് പറയുന്നത് എന്താണ് എന്ന തലക്കെട്ടിൽ വ്യാപകമായി പാർട്ടി ഈ വിഷയത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. പ്രധാനമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുമൊക്കെ അഭൂതപൂർവമായ ചില കാഴ്ചകളും ചില സംഭവവികാസങ്ങളുമൊക്കെ നമ്മൾ കണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരു സാമ്പ്രദായിക മുന്നണി ഭരണനിർവഹണത്തിൻ്റെ അപ്രതീക്ഷിതമായ തുടർച്ച ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന് ലഭിച്ചു എന്നതാണ് കേരളത്തിലെ വ്യതിരിക്തമായ ഒരു ചരിത്രം. മാറി മാറി മുന്നണികൾ ഭരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ കക്ഷികൾക്ക് ഒരിക്കൽ കൂടി ഭരിക്കാൻ ഒരു തുടർഭരണം ലഭിച്ചു എന്നത് സത്യത്തിൽ ഇതൊരു വലിയ അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു മതനിരപേക്ഷത പറയുന്ന ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് അങ്ങനൊരു തുടർഭരണം കൊടുക്കാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അത്തരമൊരു തീരുമാനമെടുത്തു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അത്തരമൊരു ഭരണം രണ്ടാമത് വീണ്ടും ചരിത്രത്തിലാദ്യമായി കേരളം ഭരിക്കാൻ കിട്ടിയ ഒരു അവസരത്തെ നമ്മുടെ ഭരണകർത്താക്കൾ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടിയും സന്നാഹങ്ങളെയും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നിരവധിയായ കാര്യങ്ങളാണ്. ചരിത്രപരമായ ഒരു നിർമ്മിതി നടത്തിക്കൊണ്ട് ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ വന്നപ്പോൾ അവർ നിർവഹിച്ച ഭരണത്തിനകത്ത് പ്രത്യേകമായ ഊന്നലുകൾ കൊടുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ അവരുടെ സാമൂഹ്യ പുരോഗതി ഉയർത്താനോ അവരെ സംരക്ഷിച്ചു പിടിക്കാനോ എത്രമാത്രം കഴിഞ്ഞു എന്ന ചോദ്യത്തിനകത്ത് അതങ്ങനെ അങ്ങ് കാര്യമായി കഴിഞ്ഞിട്ടില്ല എന്നതും സർക്കാരിൻ്റെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഊന്നൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് പുറത്ത് പ്രത്യേകിച്ചും വ്യക്തി കേന്ദ്രീകൃതമായി മാറി എന്ന അപകടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധിയായ വിഷയങ്ങളിൽ മേൽ പൊതുസമൂഹത്തിനകത്ത് വ്യാപകമായ സമരങ്ങൾ നടക്കുകയും സർക്കാരിനോടോ സർക്കാരിൻ്റെ നിലപാടുകളോടോ ബന്ധപ്പെട്ട വിയോജിപ്പുകൾ പറയുകയും സഹന സമരമടക്കമുള്ള വ്യത്യസ്തങ്ങളായ സമരരീതികൾ ആവിഷ്കരിക്കുകയും ചെയ്ത നിരവധി കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സർക്കാരിന് നേരെ. നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ ആവിർഭാവ കാലം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ പലപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരുപാട് സമരങ്ങൾ നടത്തുകയും വ്യത്യസ്തങ്ങളായ സമരങ്ങളും അതിൻ്റെ ത്യാഗങ്ങളുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ സമരങ്ങളുടെ അത്തരം ത്യാഗങ്ങളുടെയും ഒക്കെ കടന്നു വന്നിട്ടുള്ള വലിയ സമര പോരാളികളാണ് ഞാൻ ഈ പറഞ്ഞ ഭരണനിർവഹണ രംഗത്ത് പിന്നീട് വന്നിട്ടുള്ളത്. സമരം പരിചയമുള്ളവരും സമരം നടത്തി വിജയിപ്പിച്ചിട്ടുള്ളവരും സമരം ഒരു വലിയ പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാക്കി പ്രഖ്യാപിക്കുകയും അങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ള ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പല പ്രമുഖരും അവർ രണ്ടാമതും ഭരണത്തിലിരിക്കുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന അവരുടെ നിലപാടുകളോടോ അവരുടെ നയവൈദ്യാനുകളിൽ നിന്ന് അവർക്കെതിരെയോ ശബ്ദമുയർത്തുകയോ പ്രക്ഷോഭം നടത്തുകയോ സമരം നടത്തുകയോ ചെയ്താൽ
അത് കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല, ആ സമരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നത് ഈ കേരളത്തിന്റെ മുന്നിൽ കേരളത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്തു എന്നതാണ് ഈ സമര പോരാളികൾ ഭരണകർത്താക്കളായപ്പോൾ അവർ ചെയ്തത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമുഖന്മാരും കൂടെ കേരളമെമ്പാടും നടക്കുമ്പോൾ അതിനോടുള്ള വിയോജിപ്പുകൾ പല കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ കരിങ്കൊടിയുമായി ഈ ഭരണകർത്താക്കളുടെ വാഹനത്തിന്റെ പരിസരത്തേക്ക് വരുന്നവരെയൊക്കെ നിർദാക്ഷിണ്യം തല്ലി ഇല്ലാതാക്കിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. പിന്നീട് ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് സമരം കണ്ടാൽ വലിയ അസ്വസ്ഥതയാണ്. അവരങ്ങനെ സമരത്തിന്റെ മുന്നിൽ ഏതെങ്കിലും നിലയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടവരല്ലെന്നും ഞങ്ങൾക്ക് നേരെ സമരങ്ങളോ പ്രതിഷേധങ്ങളോ പാടില്ല എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ അധികാരികൾ മാറിയിരിക്കുന്നു എന്ന് ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ദീർഘമായി പറഞ്ഞു പോവുകയല്ല. നമുക്കറിയാം 265 ദിവസം നീണ്ടു നിന്നൊരു സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ടായിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഈ സ്ത്രീകൾ, ഈ ആശാവർക്കർമാരെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയ ത്യാഗസന്നദ്ധമായി നമുക്ക് വേണ്ടി പല പ്രതികൂല സാഹചര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളവർ, അങ്ങനെ പണിയെടുത്തിട്ടുള്ളവർ, അവരുടെ വിഹിതമൊന്ന് കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ചില ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവർ സമരം നടത്തിയപ്പോൾ ആ സമരത്തെ ഈ പറഞ്ഞ ഭരണകൂടം പുച്ഛിച്ചു തള്ളുകയാണ്. സമരം എങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു, ഒരുപാട് സമയങ്ങളായി സമരം അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റാത്ത വിധം മുന്നോട്ട് പോവുകയാണ്. ഈ സമരത്തിന്റെ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ഒന്ന് അംഗീകരിച്ചു കൊടുക്കാൻ അവർ തയ്യാറല്ല. നമുക്കറിയാം, ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പല പ്രമുഖരും ഈ സമരത്തോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. ഈ സമരത്തിന് നേരെ മോശമായ ആരോപണങ്ങൾ പറയുന്നു. ഈ സമരത്തിനകത്ത് ജിഹാദികളുണ്ടെന്ന് പറയുന്നു, ഇതിനകത്ത് വർഗീയവാദികളുണ്ടെന്ന് പറയുന്നു, സാമ്രാജ്യത്വ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യം ഈ പാപങ്ങൾ നടത്തുന്ന മിനിമം ചില സാമ്പത്തിക സംവിധാനം കൂട്ടി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാമ്പത്തികത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പാവങ്ങളുടെ സമരത്തിൽ വലിയ കുഴപ്പക്കാരുണ്ട് എന്ന നിലയിൽ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ ഇതിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് അത്രമാത്രം ഒരു സകല സമരത്തോട് ഈ മൊട്ടയടിച്ചും മുട്ടയിലിഴഞ്ഞും ശയനപ്രദക്ഷിണം നടത്തിയും ഈ പാപങ്ങൾ സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് നാമമാത്രമായൊരു സംഖ്യ തങ്ങളുടെ ജോലിക്കൊന്ന് കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത് വെച്ചും ഇത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സമരം ഉണ്ടായിട്ടില്ല. ഈ സമരത്തോട് ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി മുഖം തിരിഞ്ഞു നിൽക്കുമ്പോ ഈ ഇടതുപക്ഷത്തിനകത്തുള്ള പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് കുറച്ചധികം കൂടുതലുള്ള CPIയും അതിന്റെ നേതാക്കന്മാരുമുണ്ട്. അവർ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടില്ലെന്ന് അടച്ചു. അതിനപ്പുറത്ത് അവരുടെ നിസ്സഹായത അവർ പ്രകടിപ്പിച്ചു. അവരങ്ങനെ നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. പിണറായി സർക്കാരും ഞങ്ങൾക്ക് നേരെ സമരം പാടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനിപ്പിച്ച് പോകണമെന്ന് പറയുന്നു. മാത്രമാണോ ഈ ഇടതുപക്ഷത്തിനകത്തും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും എത്രമാത്രം വനിതാ നേതാക്കന്മാരുണ്ട്? നിരവധി വനിതാ നേതാക്കന്മാരല്ലേ? ഈ ഇത്രയുമാത്രം വനിതാ നേതാക്കന്മാർ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വനിതാ നേതാക്കന്മാരാരും പോലും ഈ സമരമായി സഹകരിച്ചിട്ടില്ല എന്നതുകൂടി പ്രിയമുള്ളവരെ നമ്മൾ കാണേണ്ടതുണ്ട്. അവസാനം ഈ പാവങ്ങൾ പറഞ്ഞു, ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്തന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം. 100 രൂപയെങ്കിലും ഒന്ന് കൂട്ടിക്കിട്ടി എങ്ങനെങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് പോകണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആ തീരുമാനം പറഞ്ഞിട്ടും നിർദാക്ഷിണ്യം പാപങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളുടെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ പിണറായി വിജയനും സർക്കാരും ചെയ്തത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ മനസാക്ഷി, കേരളത്തിന്റെ പുരോഗമന കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങൾ ഒരു തുടർ ഭരണത്തിന് അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കും അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്കും അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളും സർവാത്മന സമ്മതിച്ചു കിട്ടുമെന്ന് വിചാരിച്ചെടുത്ത് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സാധ്യമല്ലെന്ന് ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്ര മോശമായ മനോഭാവത്തിലേക്കാണ് പിണറായി സർക്കാരും മാറിയിട്ടുള്ളത്. ഇതൊരു ഇടതുപക്ഷ സർക്കാരാണോ പിണറായി വിജയൻ സർക്കാരാണോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇടതുപക്ഷം എന്നത് ഇത് ഇങ്ങനെയാണോ, അതോ ഇടതുപക്ഷത്തിനകത്ത് ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷത്തെ പോലും അപ്രസക്തമാക്കി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നാടിന്റെ മുഴുവൻ ഭരണസാരഥ്യവും ഏറ്റെടുത്ത് ഒരു ഏകാധിപതിയെ പോലെ മോശമായ പ്രവണതകളുമായി
നമുക്ക് മുന്നിൽ ഇങ്ങനെ വിരാജിച്ച് സ്വന്തം വീടിനകത്തുണ്ടാകുന്ന കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചു കിട്ടി എനിക്കും എന്റെ കുടുംബത്തിനും അത്രയധികം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ വലിയ വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു പോകണം എന്ന നിലയ്ക്കും അനുബന്ധമായ പല കാര്യങ്ങളിലേക്കുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അന്യാധീനപ്പെട്ടു പോകുന്നതും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു പോകുന്നതും യാതൊരു അവകാശങ്ങളും സംരക്ഷിച്ചു കിട്ടാതെ പോയതും ഈ രാജ്യത്തെ സാധാരണക്കാരാണ്, നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്കായിരുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ മുഖം തിരിഞ്ഞു നിന്നു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം നാണം കെട്ട പരാജയം ഈ ഇടതുപക്ഷ കക്ഷികളോ മാർക്സിസ്റ്റ് പാർട്ടിയോ പിണറായി വിജയനോ നേരിടേണ്ടി വന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കേരളമെമ്പാടും 4400-ലധികം ഈ ഹോർഡിങ്ങുകളാണ് വെച്ചത്. പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ വലിയ കളർ ഫോട്ടോ പ്രിന്റ് ചെയ്ത് 1400 ഹോർഡിങ്ങുകൾ വെച്ച് അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ, അദ്ദേഹത്തിന്റെ ഇത്ര അദൃശ്യമായ സാന്നിധ്യമുണ്ടായാൽ ഏതെങ്കിലും നിലയ്ക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു പോകുമെന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷയോടെ വീണ്ടും ഒരു തുടർ ഭരണത്തിന് രാജ്യത്തെ സാമാന്യ ജനവിഭാഗങ്ങളെ സമീപിച്ചപ്പോൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഭരണകൂടത്തിലിരിക്കുന്നവരോ ഭരിക്കുന്നവരോ ഈ മന്ത്രി പുങ്കവന്മാരോ എന്നതിനേക്കാൾ അപ്പുറത്ത് അവർ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സാക്ഷരതാ സമൂഹമാണ് നമ്മളെന്നുള്ളത് കൊണ്ട്, കേരളത്തിലെ ജനങ്ങൾ സാക്ഷരരാണെന്നുള്ളത് കൊണ്ട് ഈ പറയപ്പെടുന്ന കുഴപ്പങ്ങളെ ചോദ്യം ചെയ്യാനും അതിനോട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത് അത് വിനിയോഗിക്കാനും കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും തീരുമാനമെടുത്തു. മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ അണികളും തങ്ങളുടെ നേതാക്കന്മാരെ പരാജയപ്പെടുത്താൻ തീരുമാനമെടുത്തു എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ മാത്രം വിചാരിച്ചിട്ടല്ല, സ്വന്തം പാർട്ടികളെ അണികൾ പോലും തീരുമാനമെടുത്ത് പരാജയപ്പെടുത്തി മൂലക്കിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ സംവിധാനം മാറിയിട്ടുള്ളത്. എവിടെ നിന്നാണ് പോയത് നിങ്ങൾ അറിയണം. കേരളത്തിന്റെ സാമ്പ്രദായിക ഭരണ സംവിധാനത്തിനകത്ത്, മുന്നണി എന്ന് പറയുന്ന പ്രവർത്തന സംവിധാനത്തിനകത്ത്, അത്തരം ഒരു ഭരണ നിർവഹണത്തിനകത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നമ്മൾ കൊടുത്തെങ്കിൽ, തുടർഭരണം കിട്ടിയ ഒരു ഭരണ സംവിധാനമാണ് ഇത്തര ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി മടങ്ങിപ്പോകേണ്ടി വന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്രമാത്രം ഈ നിലയിലാണ് ജനങ്ങൾ അവരോട് പെരുമാറിയത്. ഞാൻ ദീർഘമായി പറഞ്ഞു പോവുകയല്ല. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ മാത്രമാണോ കേരളത്തിലെ സാമാന്യമായ ജനവിഭാഗങ്ങൾ, കേരളത്തിലെ ഇന്നും സാമൂഹികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർ, പട്ടിണി അനുഭവിക്കുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, യാതൊരു പുരോഗതിയും കാര്യമായി ഉണ്ടായിട്ടില്ലാത്ത ഈ സാംസ്കാരിക കേരളത്തിലെ ദളിതര്, ആദിവാസികൾ പോലെയുള്ള സാധാരണ അതിപിന്നോക്ക ജനവിഭാഗങ്ങൾ, ഇവരെ സംരക്ഷിച്ചു പിടിപ്പിക്കുന്നതിൽ ഈ 10 വർഷമായി എന്താണ് ഇവരോട് ചെയ്തിട്ടുള്ള നന്മ എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ അറിയണം, കേരളത്തിലെ ദളിതരുടെയും ആദിവാസികളുടെയും ദളിത് ക്രൈസ്തവരുടെയും സംഖ്യ പരിശോധിച്ചാൽ അവരുടെ മൊത്തം ജനസംഖ്യയിൽ 60% ഈ ജനവിഭാഗങ്ങൾ ഈ പാർട്ടിക്കെതിരെ നിലപാടെടുത്ത് എന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചരിത്രം വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എന്താ കാര്യം? നമുക്കറിയാം, കേരളത്തിലെ പട്ടികജാതിക്കാർ അവർ ഭൂമിയില്ലാത്തവരാണ്. കേരളത്തിലെ പട്ടികജാതിക്കാർ എന്ന് പറയുന്നവർ അവർ സാധാരണക്കാരാണ്. 3 സെന്റ് ഭൂമിക്കകത്ത് കോളനികൾക്കകത്ത് കിടക്കുന്നവരാണ്. അവർ 3/4 സെന്റ് കോളനിയിൽ ജീവിക്കുന്നവരാണ്. അവർ ഭൂരാഹിത്യം അനുഭവിക്കുന്നവരാണ്. ഈ ലൈഫ് മിഷൻ കൊടുക്കുന്ന വീടുകൾ കിട്ടിയാൽ അതിനകത്ത് താമസിക്കേണ്ടി വരുന്ന ഗതികേട് അനുഭവിക്കുന്നവരാണ്. ഈ നിലയിൽ ഭൂമി എന്ന് പറയുന്ന ഈ അധികാര കേന്ദ്രത്തിൽ യാതൊരു അവകാശവുമില്ലാതെ ഭൂമിയില്ലാത്ത ഈ പാവപ്പെട്ട സാധാരണക്കാർ, അവർ അവസാനം ഈ സാധാരണ ജനവിഭാഗങ്ങളായിട്ടുള്ള പട്ടികജാതിക്കാർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, ഭൗതികമായ ജീവിതം മെച്ചപ്പെടാത്തവർ, മെച്ചപ്പെട്ടു വന്നിട്ടില്ലാത്തവർ, അവരുടെ ഏക പ്രതീക്ഷ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരുടെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നത്, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടുക വഴി മാത്രമേ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കുകയുള്ളൂ എന്ന് കരുതുമ്പോൾ വലിയ വലിയ മത്സര പരീക്ഷകൾ എഴുതി അവരെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ പറഞ്ഞു വിടുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോലും പ്രവർത്തിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും മടങ്ങി തിരിച്ചുപോയി സാധാരണ കൂലിപ്പണിക്കാരായി, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരായി, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായി മാറിപ്പോയിരിക്കുന്നു എന്നത് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. എവിടെയാണ് ഈ മതനിരപേക്ഷ സാംസ്കാരിക പുരോഗമന കേരളത്തിൽ ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ പട്ടികജാതിക്കാരുടെ പുതിയ തലമുറയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർ അവർ മടങ്ങിപ്പോകേണ്ടി വന്നിരിക്കുന്നു, അവർ മറ്റു കൂലിപ്പണിക്ക് പോകേണ്ടി വന്നിരിക്കുന്നു എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താ കാര്യം? ഭരണഘടനാപരമായും അല്ലാതെയും നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്കും
എല്ലാവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ വെച്ചിട്ടുള്ള സ്കോളർഷിപ്പുകൾ, ഈ ഗ്രാന്റുകൾ പോലെയുള്ള ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി ഗൗരവതരമായ വീഴ്ചയാണ് പ്രിയമുള്ളവരെ ഈ സർക്കാർ വരുത്തിയിട്ടുള്ളത്. അവർക്ക് പഠനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണല്ലോ, തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും നിതിൻ എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഡോക്ടറായി തീരേണ്ട ഒരു കുട്ടി അവസാനം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്കോ അതല്ലെങ്കിൽ അവനെ കൊല ചെയ്യുന്ന അവസ്ഥയിലേക്കോ അവന്റെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാനുള്ള അവസരമില്ല. ദോറ കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൗരവതരമായ പരിശോധനയിൽ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളിൽ 77% വരുന്ന കുട്ടികൾക്ക് അവർ അധ്യാപകരാൽ മാനസികമായി പീഡനം അനുഭവിക്കേണ്ടി വരുന്നു, അവഗണന അനുഭവിക്കേണ്ടി വരുന്നു. പുഴുത്തുനാറിയ പട്ടികൾക്ക് സമമായി ദളിതരായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികളെ അധ്യാപകരെ വിളിക്കുന്നു എന്നതാണല്ലോ ഇതിനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമ്മൾ അറിയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അധ്യാപകർ പഠിക്കാനുള്ള അവരുടെ അവസരത്തെ നഷ്ടപ്പെടുത്തുക, പഠിക്കാനുള്ള അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുക, അവരുടെ മടങ്ങിപ്പോകാൻ ആവശ്യമാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇത് അധ്യാപകർ മാത്രമല്ല, സഹപാഠികൾ, കൂടെ പഠിക്കുന്ന ദളിതരല്ലാത്ത കുട്ടികൾ, ഈ കുട്ടികളോട് ജാതീയമായ വിവേചനങ്ങൾ പുലർത്തുന്നു, ജാതീയമായ അസഹിഷ്ണുത പുലർത്തുന്നു, അവരെ മാറ്റി നിർത്തുന്നു. 88% വരുന്ന സഹപാഠികൾ പോലും സ്വന്തം സഹപ്രവർത്തകപാഠികളോട് മോശമായ ജാതീയമായ വംശീയമായ വിവേചനം വെച്ച് പുലർത്തി പെരുമാറുന്നു എന്നതടക്കമുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ. മാത്രമല്ല 25% വരുന്ന കുട്ടികൾക്ക് ഈ നിലയിലുള്ള മാനസികമായ പീഡനങ്ങൾ ഈ കലാലയങ്ങളിൽ നേരിടേണ്ടി വരിക വഴി ആത്മഹത്യ ടെൻഡൻസി പ്രിയമുള്ളവരെ ഈ കുട്ടികൾക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാവുന്നു, പഠനം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകേണ്ടി വരുന്നു. അധ്യാപകരും സഹപ്രവർത്തകരും അനധ്യാപകരും ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നതും കേരളത്തിന്റെ പോലും പൊതുസമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രമാത്രം അപകടകരമായ സാമൂഹ്യ അന്തരീക്ഷമാണ്. നമുക്കറിയാം, മോദിയുടെ അങ്ങനെ വികസന ഭാരതത്തിനകത്തും ദേശവ്യാപകമായും 60% വരുന്ന ഭൂമിയില്ലാത്ത പട്ടികജാതിക്കാരായ സാധാരണക്കാർ, ലക്ഷക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ, അഭ്യസ്തവിദ്യരായ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കുട്ടികൾ, അവരും ആത്മഹത്യ ചെയ്യുകയാണ്. 4%-ലേക്ക് 2%-ൽ നിന്നും 4%-ലേക്ക് കുട്ടികളുടെ ആത്മഹത്യ ടെൻഡൻസി വർദ്ധിച്ചിരിക്കുന്നു. മറ്റേതൊരു മേഖലയിൽ ആത്മഹത്യ ചെയ്താലും കർഷകർ പോലും ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ അധികം വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതിക്കാരായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതുകൂടി പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് അനുബന്ധമായി കേരളത്തിൽ വളരെ കൂടുതലാണ്. ഈ നിലയിൽ പഠിച്ച് വിദ്യാഭ്യാസമാണ് അവസാനത്തെ ഒരു പ്രതീക്ഷയെന്ന് വിചാരിക്കുന്ന കേരളത്തിലെ പട്ടികജാതിക്കാരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുടർന്ന് പഠിക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്യുകയോ പീഡിപ്പിക്കപ്പെടുകയോ മടങ്ങിപ്പോകുകയോ ചെയ്യുന്നു എന്നതാണ് പ്രിയമുള്ളവരെ ദളിതരുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രം. എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്? ബ്യൂറോക്രസി, നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദം, അവരാണ് ഇത്തരം ഫണ്ടുകൾ വിനിയോഗിക്കേണ്ടത്, അവർ സാക്ഷനാക്കേണ്ടത്. ഈ കുട്ടികൾ കൊടുക്കാൻ ആവശ്യമായ അത്തരം പ്രക്രിയയിൽ ഏർപ്പെടേണ്ട നമ്മുടെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഈ പറയപ്പെടുന്ന സ്കോളർഷിപ്പുകളും ഈ ഗ്രാന്റ് അടക്കമുള്ള മുഴുവൻ സാമ്പത്തിക സംവിധാനങ്ങളും ഈ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നു എന്നത് സ്വാഭാവികമായും പഠനം ഉപേക്ഷിച്ചു പോകുന്ന ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം ചില്ലറയല്ല. ഭൂമിയില്ലാത്തവരായി, വീടില്ലാത്തവരായി, ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായി ജീവിക്കുന്ന രാജ്യത്തെ കേരളത്തിലെ സാംസ്കാരിക കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരത്തെ നിഷേധിക്കുക കൂടിയാണ് ഈ ഇടതുപക്ഷ മതനിരപേക്ഷ കേരളത്തിൽ പിണറായി സർക്കാരും ചെയ്തത് എന്നതിന്റെ കൂടി ശിക്ഷയാണ് ഇന്ന് ഈ നാമമാത്രമായ സംഖ്യയുമായി ഈ ഇടതുപക്ഷവും പിണറായും ഇന്ന് മടങ്ങിപ്പോകേണ്ടി വന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിച്ചു പോവുകയല്ല. മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. എന്താണത്? മാർക്സിസ്റ്റ് പാർട്ടി എന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ നേതാക്കന്മാർ ഈ തുടർ ഭരണം കിട്ടി നമ്മുടെ രാജ്യത്ത് ഈ ഭരണമൊക്കെ അങ്ങനെ ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോൾ നമ്മൾ അറിയണം, ഇവർ നടത്തുന്ന ഭരണ നിർവഹണത്തിനകത്ത്, ഇവർ നടത്തുന്ന വർത്തമാന പ്രകടനങ്ങൾക്കകത്ത്, അഭിപ്രായ പ്രകടനങ്ങൾക്കകത്ത് ഇവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ, ഇവരുടെ പെരുമാറ്റം പരിശോധിച്ചാൽ ഇത് അങ്ങ് സംഘപരിവാറിന്റെ, RSSന്റെ, BJPയുടെ വർഗീയ ധ്രുവീകരണത്തിന്റെയും വംശീയമായ വേർതിരിവിന്റെയും ലക്ഷണങ്ങളല്ലേ ഈ ഇടതുപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരു കാരണവശാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരു കാരണവശാലും കേരളത്തിന് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന, അപരവൽക്കരണം നടത്തുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ അപരവൽക്കരിച്ച് അവരുടെ പൗരത്വത്തിന്റെ അവസാനിപ്പിച്ച് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന RSSന്റെ മനോഭാവത്തിലേക്ക് കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നതല്ലേ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് ഡീലുകൾ അവരുമായി ബന്ധപ്പെട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യമായിരിക്കുമ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പെരുമാറ്റത്തിലും അവരുടെ പ്രവർത്തനത്തിലും RSSനെയോ RSS സംവിധാനത്തെയോ അനുസ്മരിപ്പിക്കുക മാത്രമല്ല, അവരെക്കാൾ അധികം ഈ രാജ്യത്തെ സംഘപരിവാർ മനോഭാവമുള്ളവരായി, RSS മനോഭാവമുള്ളവരായി, ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തണമെന്ന് തീരുമാനിക്കുന്നവരായി, അധികാരത്തിന്റെ എല്ലാ സംഹാസനങ്ങളിൽ നിന്നും ഈ പറയപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഒഴിച്ചു നിർത്താൻ ആവശ്യമായ വലിയ ആലോചനകളുമായി ഈ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച. മാർക്സിസവും കമ്മ്യൂണിസവും ഈ പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യവും വർഗ സിദ്ധാന്തവും ഒക്കെ മാറ്റി ഈ രാജ്യത്ത് ഒരു RSSകാരനെ പോലെ, ഒരു സംഘപരിവാർ ഫാസിസ്റ്റുകാരനെ പോലെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പ്രിയമുള്ളവരെ മാർക്സിസ്റ്റുകാരും മാറിയിരിക്കുന്നു എന്ന് പറയുന്ന അത്യന്തം ദോഷമുണ്ടാക്കുന്ന അപകടകരമായ ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇടതുപക്ഷവും ഈ പാർട്ടിയും പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവർ നിർവഹിച്ചത്. ഒരുപക്ഷെ അവർ വിചാരിച്ചത് ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള അവസരമായി അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ മാറും എന്നവർ കരുതിയിട്ടുണ്ടെങ്കിൽ, ഇതിനെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, ഇതിനെയെല്ലാം മനസ്സിലാകുന്ന, ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുന്ന ഈ സാംസ്കാരിക കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾ, മതനിരപേക്ഷ മനോഭാവമുള്ളവർ, ഈ രാജ്യത്തോട് കൂടും കടപ്പാടുമുള്ള രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ചെയ്തു വെക്കുന്ന ഈ അപകടകരമായ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തതിന്റെ ഫലമാണ് ഈ പാർട്ടി ഈ മുഴുവൻ സംവിധാനങ്ങളും അവസാനിച്ച് ഇന്ന് മടങ്ങി പോകേണ്ടി വന്നിട്ടുള്ളത്. ജനങ്ങൾ കൊടുത്ത ശിക്ഷയാണ്, ജനങ്ങൾ കൊടുത്ത താക്കീതാണ്. ജനങ്ങളോട് ഇങ്ങനെ പെരുമാറിയാൽ, ഈ രാജ്യത്തെ സാമൂഹ്യ വിഭാഗങ്ങളെ മാറ്റി നിർത്തി കാണാൻ തീരുമാനമെടുത്താൽ, ഈ കേരളത്തിലെ എല്ലാവർക്കും മതമൈത്രിയിലൂടെ എല്ലാ മതങ്ങളും വലിയ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുകൂടേണ്ട, അങ്ങനെ കടന്നു പോകേണ്ട നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ അപകടം വിതച്ച മാർക്സിസ്റ്റ് പാർട്ടിയും സന്നാഹങ്ങളെയും അവരെ അട്ടത്തൊരുത്താനുള്ള തീരുമാനം ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും എടുത്തു എന്ന ജനങ്ങളുടെ വിജയമാണ് ഇന്ന് ഈ കാണുന്ന വിജയം, ഈ പാർട്ടിയുടെ പരാജയം എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിജയിച്ചു വന്നവരുടെ വലിയ യോഗ്യതകളെ സംബന്ധിച്ചല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്. തോൽക്കാൻ തീരുമാനമെടുത്തവരായോ, തോറ്റുപോകുമെന്ന് വിചാരിക്കുന്നവരായോ, തോറ്റുപോകും ഞങ്ങളെന്ന് വിചാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് എഞ്ചിനീയറിംഗ് നടത്തുന്നവർ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ വിശകലനങ്ങൾ നടത്തുന്നവർ, കണക്ക് കൂടുന്നവർ, ആരൊക്കെ വോട്ട് ചെയ്തു, ആരൊക്കെ വോട്ട് ചെയ്യാതിരുന്നു എന്നതടക്കം താഴെ തട്ടിലടക്കം സൂക്ഷ്മ പരിശോധന നടത്തി ഞങ്ങളുടെ ഭൂരിപക്ഷമടക്കം നിർണയിക്കുന്ന, ആരൊക്കെ വോട്ട് ചെയ്തെന്ന് ചൂണ്ടിപ്പറയാനടക്കം വൈദഗ്ധ്യമുള്ള ഇത്തരം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൈവശമുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർക്കും ഒരു മണ്ഡലത്തിൽ പോലും തോറ്റുപോകും ഞങ്ങളെന്ന് മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഒരു ജില്ലയിൽ ഇതിനോടകം ഉണ്ടായിരുന്ന സീറ്റുകൾ ഇത്രമാത്രം കുറഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കത് കഴിയാതെ പോയതല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് കഴിയുമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത് ധാരണയുണ്ടായിരുന്നു. ഞങ്ങൾ തോറ്റുപോകുമെന്നും ആ തോൽവി ദയനീയമായ പരാജയമാണെന്നും മനസ്സിലാക്കിയത് മറ്റാരെക്കാളും മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. എന്നിട്ടും റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം പോലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതമായ നേതാക്കന്മാർ ഈ പാവങ്ങളെ കബളിപ്പിച്ചും പാവങ്ങളെ വഞ്ചിച്ചും പാവങ്ങളുടെ മുഖത്ത് നോക്കി പറയല്ലേ, വൻപിച്ച ഭൂരിപക്ഷത്തോടെ നമുക്കൊരു തുടർ ഭരണം ഇതാ കിട്ടാൻ പോകുന്നുവെന്ന് അവരത് മനസ്സിലാക്കിയിട്ടും ഒരു വസ്തുത മനസ്സിലാക്കി കൈവച്ചിട്ടും അത് മറച്ചുവെച്ച് ജനങ്ങളോട് കള്ളം പറയുന്ന, ജനങ്ങളോട് അനീതി ചെയ്യുന്ന, ശീലിച്ചു വന്ന ഒരു പ്രവൃത്തിയുമായിട്ടാണ് ഈ അവസാനം പോലും അവർ പെരുമാറിയത് എന്ന് പറഞ്ഞാൽ, ജനങ്ങളോട് അനീതി ചെയ്യുന്നവരായി, ജനങ്ങളോട് കള്ളം പറയുന്നവരായി, ജനങ്ങളോട് അസത്യം പറയുന്നവരായി ഈ പാർട്ടിയും ഇതിന്റെ സന്നാഹങ്ങളും മാറിപ്പോയെന്നത് തീർച്ചയായും അവർക്ക് കിട്ടിയ ശിക്ഷയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും, ഈ നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നുകൊണ്ട് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അതാത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ സൂക്ഷ്മമായി കാണുകയും അവരടക്കം മുൻകൈ എടുത്തുകൊണ്ട് ആ പാർട്ടികളെ മുഴുവൻ പരാജയപ്പെടുത്തുകയും, അതല്ലെങ്കിൽ തുടർ ഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ മുഴുവൻ സംസ്ഥാനങ്ങളും പിന്നീട് അവർക്ക് നഷ്ടപ്പെടുകയും, ആ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുക മാത്രമല്ല ആ പാർട്ടിയടക്കം ആ സംസ്ഥാനങ്ങളിൽ അന്യം
നിന്ന് പോയതുപോലെ കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി അന്യം നിന്ന് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിലൂടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കപടമുഖം ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ഇനിയും നമ്മളോട് അസത്യം പെരുമാറുകയും അസത്യം പറയുകയും ചെയ്യുന്നവരെ ഈ നാടിന് ആവശ്യമില്ലെന്ന് തീരുമാനമെടുത്ത ഒരു വലിയ വിവരമുള്ള വലിയ ബോധമുള്ള സമൂഹമായി നമ്മൾ മാറി, നമ്മുടെ ജനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന ആളുകളിൽ ഇത്തരം അപകടങ്ങളെ ചേർത്തു വെക്കാതെ രാജ്യത്തിന്റെ സമൂലമായ മാറ്റത്തിന്, സാഹോദര്യത്തിന്, സമത്വത്തിന്, മതമൈത്രിക്ക്, ഏവർക്കും ഒന്നുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിന് വേണ്ടി നിലപാടെടുത്തുകൊണ്ട് കേരളീയ പൊതുസമൂഹം മാറിയിരിക്കുന്നു. തീർച്ചയായും ഈ പൊതുസമൂഹത്തിന് മാറ്റം ഒരു വലിയ സാധ്യതയാണ്. നാളെ കൂടുതൽ തെളിവയോടെ എല്ലാവർക്കും സഹകരിച്ചു പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നുണ്ടാവണം. വെൽഫെയർ പാർട്ടി ഈ പറയപ്പെടുന്ന ഗുണകരമായ എല്ലാ മാറ്റത്തിനും വെൽഫെയർ പാർട്ടി അതിന്റെ മുൻതുരയിലുണ്ടാകും. തീർച്ചയായും പാർട്ടി പ്രവർത്തകരും നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആശുപത്രികളോട് ഇത്തരം സന്ദർഭങ്ങളിൽ ചേർന്ന് നിന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇത്തരം കുഴപ്പങ്ങളെ അതിജീവിച്ച് വലിയൊരു മാറ്റത്തിന് ആവശ്യമായിട്ടുള്ള സുദൃഢമായ പ്രവർത്തനത്തിൽ ഏവരും സഹകരിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ താൽക്കാലികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.